അവിടെ കല്യാണം ഉടനെ ഉണ്ടാവും. അയാൾ എങ്ങനെ ചേരിയിലോട്ട് വരുന്നത്? അത് തന്നെ, അങ്ങനെ വിട്ടാ പറ്റില്ല. സാർ എങ്ങോട്ടാ? ഞാൻ ഒന്ന് ചേരി വരെ. എന്താ കാര്യം? വെറുതെ. അങ്ങനെ വെറുതെ ഇപ്പം പോണ്ട. ഞങ്ങളുടെ ചേരിയിലേ കാക്കിക്കാരുടെ ഭരണം ഒന്നും വേണ്ട. ഇവിടെ ആണെങ്കിൽ ആരും കക്കാൻ പോണില്ല, കത്തിക്കുത്തുണ്ടാക്കുന്നില്ല. പിന്നെ എന്തിനാ പോലീസ്? സാറ് പുതിയ ആളായതുകൊണ്ട് പറഞ്ഞു തരാ, ഇവിടെ വരുന്ന പോലീസുകാരന്മാരൊന്നും ഈ ചേരി വരാറില്ല. അതാതിന്റെ വഴക്കം. അത് തെറ്റിച്ചുകൊണ്ട് എന്തിനാ സാറേ വെറുതെ മേലെ ഈടാക്കാൻ പോകുന്നേ? ഒന്നാമത് സ്ഥലം അത്ര നല്ലതല്ല. സാറ് തിരിച്ചു വെക്കോളൂ. അതെ, ഞാൻ തീരുമാനിച്ചോളാം. തൽക്കാലം വഴി പറയും. എന്തോന്നാ മാറിക്കാനാ പറഞ്ഞേ? മാറടി, സാറ് പോട്ടെ. അയ്യോ സാർ, എന്ത് പറ്റി? അയ്യോടെ ടയറിന്റെ കാറ്റ് അത്രയും പോയി. ഇപ്പോഴത്തെ ടയറൊക്കെ അങ്ങനെ ഒരു വകയ്ക്കും കൊള്ളൂല. ഇനി എന്ത് ചെയ്യും സാറേ? ഞങ്ങൾ വേണേ റോഡ് വരെ തല്ലിത്തരാം. വേണ്ട, ദേഷ്യപ്പെടാതെ സാറേ, ഞങ്ങൾ തല്ലിത്തരാം. മടി പോട്ടെ. നല്ലതോ ഞാനമ്മ ചുമ്മാ ഇങ്ങനെ നടക്കുക കേട്ടോ. രാധ എങ്ങോട്ട് വന്നേ? പടി. കഷ്ടപ്പെട്ടു പേരടി. ഞങ്ങളുടെ കാശ് ഇങ്ങ് തന്നെ, ഞങ്ങൾ പോട്ടെ. കാശോ? ഏത് കാശ്? അല്ലേ, സാറിന് ചോദ്യം കേട്ടില്ലേ? ഏത് കാശെന്നോ? ഇത്ര നേരം ജീപ്പ് തല്ലിത്തത് പിന്നെ ഓശാരത്തിനാ? ടയറിന്റെ കാറ്റ് ഒഴിച്ചു വിട്ടതും പോരാ തോന്നിയ ദിവസം പറയുന്നോ? ഞങ്ങളുടെ കാശ് എന്നില്ലെങ്കിൽ ഞങ്ങൾ കിടന്ന് ബഹളം വെക്കും. എന്നാന്ന് ബഹളം വെച്ചേ? നിങ്ങൾ ബഹളം വെക്കണ്ട. ഒരാൾക്ക് 2 രൂപ വീതം 10 രൂപ. ആരാ ഇതിന്റെ ഹെഡ്? എന്റെ ചേച്ചി, ചമ്മാന്ന് വെച്ചാ ഇങ്ങനുണ്ടോ? കുറച്ചു കാലമായില്ലെങ്കിലും എന്റെ സർവീസിനിടെ ഞാൻ പല എണ്ണത്തിനെയും കണ്ടിട്ടുണ്ട്. കള്ളന്മാരും കേടികളൊക്കെ. പക്ഷെ ഇവറ്റയുടെ ഒന്നും ഒരു രക്ഷയില്ല. തോറ്റി സലാം വെക്കല്ലാണ്ട്. ആണുങ്ങളാണെ പിടിച്ചേണ്ട് പൊട്ടിക്കെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ഇത് തൊടാൻ പറ്റുമോ? തൊട്ടാ വകുപ്പ് വേറെയാവും. ചുരുക്കത്തിൽ ചേരിയിലെ സുന്ദരികളെല്ലാം കൂടി ഇൻസ്പെക്ടർ സാറിനെ നന്നായി റാഗിയത് ലക്ഷണമുണ്ട്. ആട്ടെ, എങ്ങനെ? അല്ല, സുന്ദരികൾ കാണാൻ എങ്ങനെയെന്ന്. ദോഷം പറയാനല്ലോ, ഒന്നും മോശമല്ല. അതുകൊണ്ടുള്ള സുഖം ഉണ്ടായിരുന്നു. ആ ചേട്ടൻ എവിടെ പോയെന്ന് പറഞ്ഞു? പ്രസാദ് വരുന്നതിൻ്റെ അകത്ത് കുറെ നേരം നിന്നു. പിന്നെ അത്യാവശ്യമായിട്ട് എവിടേക്കോ പോണെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എന്താ കാര്യം എന്നൊന്നും പറഞ്ഞില്ലേ? നിങ്ങളുടെ ഈ വകുപ്പുകാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലുള്ളവരോട് പറയുന്ന പാരമ്പര്യം പണ്ടേ ഇല്ലല്ലോ.
രാജേഷ്. ദാസ, അതെ, ഞാൻ തന്നെ, നിന്റെ പഴയ ദാസ്. വരൂ. ഹേയ്, ഐ ആം ബാക്ക് ഹോം. ഇതാണ് എന്റെ കൊട്ടാരം. ദാസരിക്ക്. അയ്യോ, ആകെ നനഞ്ഞല്ലോ. ഒന്നുമില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് വീണു. വല്ലതും പറ്റിയോ? നീ അതും പറഞ്ഞു ഒരുകാതെ വാ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് മിസ്റ്റർ ദാസ്. ദാസനാണ് എന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. ഹി സേവ് മൈ ലൈഫ് ടു ബി പ്രിസൈസ്. നമ്മൾ തമ്മിൽ വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ ആദ്യമായി പരിചയപ്പെടുകയല്ലേ, ഫോർമലായി തന്നെ പരിചയപ്പെടുത്താം. ഇതാണ് എന്റെ ബെറ്റർ ഹാഫ്, ശ്രീമതി തുളസി. എക്സ്ക്യൂസ് മീ. തുളസി, രാജേട്ടാ, എന്ത് പറ്റും തുളസി? എന്താണെങ്കിലും പറയൂ, എന്നോടല്ലേ? രാജേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് ദാസൻ. ദാസേട്ടനും ഞാൻ പറഞ്ഞിട്ടില്ലേ? Leave it, dear. അതിന് തുളസി എന്തിനാ അപ്സെറ്റ് ആവുന്നത്? Come on, cheer up. ദാസ, നീ എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? കല്യാണത്തിന് മുൻപേ തുളസിക്ക് ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നുവെന്ന് അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ആ കഥയിലെ നായകൻ നീയായിരുന്നു എന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നിനക്കയച്ച കത്തുകളും ഇൻവിറ്റേഷനും മേൽവിലാസക്കാരനല്ലാതെ തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അതൊരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ് ആയി ഞാൻ കരുതി. പക്ഷേ എനിക്കിതിപ്പോൾ തിരുത്തേണ്ടിയിരിക്കുന്നു. ദിസ് ഈസ് എ സ്ട്രേഞ്ചർ കോയിൻസിഡൻസ്. രാജേഷ്, എങ്കിൽ നിനക്ക് ഒരിക്കൽ കൂടി തിരുത്തേണ്ടി വരും. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ സ്ട്രേഞ്ചസ്റ്റ് കോയിൻസിഡൻസ് ഇൻ യുവർ ലൈഫ്. നീ പണ്ടറിഞ്ഞിരുന്ന ദാസനെ മാത്രമേ എന്നിൽ ഇപ്പോഴും കാണുന്നുള്ളൂ. ബട്ട് ടുഡേ ഐ ആം മോർ ദാൻ ദാറ്റ്. ദാസനെന്ന് നീ എന്നെ വിളിച്ചാൽ ഇനി നാട്ടുകാരെ തിരുത്തും. ഐ എം നോട്ട് ജസ്റ്റ് ദാസൻ, ഐ എം താരാദാസ്. യെസ്, താരാദാസ്. നിന്നെ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? താരാശങ്കറിനെയും താരാദാസിനെയും പിടിച്ചു കെട്ടാൻ. ബോംബെയിൽ നിന്നും പ്രഗത്ഭനായ ഒരു കസ്റ്റംസ് ഓഫീസറെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞപ്പോൾ അത് നീയായിരിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ബട്ട് ഐ എം ഹാപ്പി അബൌട്ട് വൺ തിങ്. ഞങ്ങൾ കള്ളക്കടത്തുകാർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ വരെ പ്രഗത്ഭനെന്ന് വിശേഷിപ്പിക്കപ്പെടുവാൻ മാത്രം പേരും ഗുഡ്വില്ലും നീ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേടിക്കഴിഞ്ഞു. ഗുഡ്, ഐ എം പ്രൗഡ് ഓഫ് യു. ഞാൻ ലീവ് ദോസ് സെന്റിമെന്റ്സ് സൈഡ്. എന്റെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും പതറാറില്ല. സെന്റിമെന്റ്സിനെ കുറിച്ച് ഓർക്കുകയുമില്ല. നീയും അങ്ങനെ ആയിരിക്കണം. ഇന്ത്യൻ കസ്റ്റംസിന്റെ ലിസ്റ്റിലുള്ള ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇരകളിൽ ഒന്നാണ് ഞാൻ. എന്നെ കീഴടക്കാൻ കഴിഞ്ഞാൽ അത് നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും. എന്ത് ചെയ്യാം, ഈ പുതിയ ജീവിതത്തിൽ ദാസിന് കീഴടക്കിയ ശീലമുണ്ട്. കീഴടങ്ങിയ പാരമ്പര്യമില്ല. സോ സോറി. വരട്ടെ, വിൽ മീറ്റ്. വി ഹാവ് ടു ദാസ്. നോ, താരാദാസ്.